الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما لا تجزي نفس عن نفس شيئا ولا يقبل منها عدل ولا تنفعها شفاعة ولا هم ينصرون. ഏറ്റവും ആദരവും പ്രിയവുമുള്ള വിശ്വാസികളെ, അല്ലാഹുവിന്റെ നിയമ നിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കേണ്ടുന്നവ പാലിച്ചും സൂക്ഷിക്കേണ്ടുന്നവ സൂക്ഷിച്ചും മാനിക്കേണ്ടുന്നവ മാനിച്ചും യഥാവിധി മുത്തഖീങ്ങളായി ജീവിച്ചു മരിക്കുവാൻ ആവശ്യമായ പരിശ്രമം ആത്മാർത്ഥമായി നാം ഓരോരുത്തരും നിർവഹിക്കണമേ എന്ന് എന്നെ മറക്കാതെ നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആകാശഭൂമികൾ സൃഷ്ടിക്കപ്പെട്ട അന്നു മുതൽ ഇതിന്റെ അവസാന തീയതികൾ വരെയുള്ള ഓരോ ദിവസത്തിലും ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ദിവസത്തിലാണ് ഞാനും നിങ്ങളും ഉള്ളത്, യൗമുൽ ജുമുഅ. അതിനു വേണ്ടി പ്രത്യേകം കുളിക്കണം, സുഗന്ധം പൂശണം, ഒരുങ്ങണം. ഞാനൊരു ഗവൺമെന്റ് ജീവനക്കാരനാണെങ്കിൽ രാവിലെ എല്ലാ ദിവസവും കുളിക്കുന്നത് പോലെ കുളിച്ച് ഡ്രസ്സ് മാറി ഇറങ്ങിയാൽ ജുമയുടെ കുളിയാവില്ല. നിയ്യത്തുണ്ടാകണം അതിന്.
വുളു ചെയ്യണം. അതിന് വലതുഭാഗത്ത് വെള്ളം 3 പ്രാവശ്യം കോരി ഒഴിക്കണം. അതല്ലെങ്കിൽ 1 പ്രാവശ്യം കോരി ഒഴിച്ചാൽ കുളിയായി. ഇടതുഭാഗത്ത് ഒഴിക്കണം. തല നനയ്ക്കണം. അവസാനം നിന്ന ഭാഗത്ത് നിന്ന് തുടക്കത്തിൽ നിർവഹിച്ച വുളുവിന്റെ അവസാന ഭാഗമായ കാല് കഴുകൽ മാറി നിന്നിട്ടാകണം. നേരത്തെ പള്ളിയിലെത്തണം. പള്ളിയിലെത്തിയാൽ 1ാമത്തെ സഫിൽ ഇരിക്കണം. ഇരിക്കുന്നതിന് മുമ്പ് ഏത് സന്ദർഭത്തിലും 3 സമയങ്ങൾ ഒഴിച്ച്, ഒന്ന് സൂര്യൻ ഉദിച്ചു വരുന്ന ഘട്ടത്തിൽ, മറ്റൊന്ന് സൂര്യൻ മധ്യത്തിലാകുമ്പോൾ, വേറെ ഒന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ. ഈ 3 സമയങ്ങളിലും സന്ദർഭങ്ങളിലും അല്ലാത്ത ഏതൊരു സന്ദർഭത്തിലും ഏതൊരാൾ എപ്പോൾ മസ്ജിദിൽ പ്രവേശിച്ചുവോ അയാൾ മസ്ജിദിനോടുള്ള ഔപചാരികമായിട്ടുള്ള അഭിവാദ്യം എന്ന നിലക്ക് 2 റക്അത്ത് നിസ്കരിക്കണം. അപ്പൊ തഹിയ്യത്തുൽ മസ്ജിദ് എന്ന് അതിന്റെ പേര് പറയാം. അത് ജുമാഅത്താണെങ്കിലും ശരി, മറ്റിതര സന്ദർഭങ്ങളിലാണെങ്കിലും ശരി. ഞാൻ സന്ദർഭികമായി സൂചിപ്പിച്ചത് പല ആളുകളും ജുമാഅത്ത് കയറി വരും, അങ്ങനെ കണ്ടിരിക്കും. അല്ല, 2 റക്അത്ത് നിസ്കരിക്കണം. സ്നേഹബുദ്ധിയ അത് പറയുക എന്നുള്ളതിന്റെ ബാധ്യത ആയതുകൊണ്ട് ഇത്ര സമയം ഞാൻ എടുത്തത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചുവെങ്കിൽ അത് പുറത്തു മാപ്പാക്കി തന്നു തുടർന്നുള്ള ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുകൂടി ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഈ ജീവിതത്തിൽ നിന്നും ഒരു തിരിച്ചുപോക്ക് നമുക്കുണ്ട്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലും ആ സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് മടങ്ങി വരണം. ആ തിരിച്ചു നടത്തമുണ്ടല്ലോ, അതിനാണ് നമ്മൾ മരിച്ചു കിടക്കുക എന്ന് പറയാം. ഏതെല്ലാം പടവുകൾ കയറിയാണോ മനുഷ്യൻ ജീവിതത്തിൽ ഇന്ന് നിൽക്കുന്ന അവസ്ഥയിൽ ശ്വാസം നിലയ്ക്കുന്നത്, ആ ശ്വാസം നിലയ്ക്കുന്നതിന്റെ മുൻപ് തന്നെ ആ തുടങ്ങിയ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വ്യക്തിയെയും കൊണ്ടുവരിക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ 84-ാം അധ്യായ സൂറത്തുൽ ഇൻശിഖാഖിലെ 19-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാം, ലതർകബുന്ന തദഖൻ തദഖ ഫമാ ലഹും ലാ യുഅ്മിനൂൻ. മനുഷ്യരെ, നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ശരി, ഏതൊരു പടവുകളാണോ മനുഷ്യൻ ഘട്ടം ഘട്ടമായി കയറി വന്നത്, ആ പടവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചിറക്കി നടത്തുക തന്നെ ചെയ്യും. നിങ്ങളെ 6 അടി മണ്ണിന്റെ ഈ കുഴിയിലേക്കൊന്ന് ഇറക്കി കിടത്തുന്നതിന് മുമ്പ്, മരണത്തിന് മുമ്പുള്ള അവസ്ഥ ശൈശവം എന്നാണല്ലോ പറയാം, പിന്നെ കൗമാരം, യൗവനം, വാർദ്ധക്യം, രോഗം, പ്രയാസം, മരണം. പിന്നെ എവിടെയാ? പിന്നെ മലയാളത്തിൽ പറയുന്ന പേരാണ് ഞാൻ ആദ്യം പറഞ്ഞ ശൈ കഴിഞ്ഞിട്ടുള്ള ഭാഗം. അപ്പൊ ജീവിതം എന്താ? ശൈശവത്തിന്റെയും മൃതശരീരത്തിന്റെയും ഇടയിലുള്ള ഓട്ടം. ജീവിതത്തിന്റെ ഒടുക്കമാണ് എന്ന് തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ അതിങ്ങനെ മനസ്സിലാക്കിയ ചില ആളുകളുണ്ട്. ഇനി ഒരു രക്ഷയില്ല, ഇനി ആകെ രക്ഷയുള്ളത് എന്താ? ഈ വാങ്ങിയ വിഷത്തിന്റെ അംശം ഐസ്ക്രീമിൽ പുരട്ടി, അല്ലെങ്കിൽ ആഹാരത്തിൽ പുരട്ടി, മക്കൾക്ക് വാരിക്കൊടുത്ത്, ഭാര്യ കൂട്ടിക്കൊടുത്തതിനു ശേഷം ഞാൻ അങ്ങനെ ചെയ്യാൻ കഴിയാത്തവനായതുകൊണ്ട് കെട്ടിത്തൂങ്ങുക, ഭാര്യയെ വെട്ടിക്കൊല്ലുക, മക്കളെ വെട്ടിക്കൊല്ലുക, അവസാനം ഞാൻ കെട്ടിത്തൂങ്ങുക, അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിന് തല വയ്ക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രൂപത്തിൽ ജീവിതത്തിൽ തിരിച്ചോടിപ്പോകാൻ ഏറ്റവും അവസാനത്തെ പരിഹാര മാർഗം മരണമാണ് എന്ന് മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. പക്ഷേ അത് നിഷേധിച്ചാലും ഇല്ലെങ്കിലും അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമുള്ളത് പുതിയൊരു ജീവിതത്തിന്റെ തുടക്കമാണ്. പുതിയൊരു ജീവിതം തുടങ്ങാൻ പോവുകയാണ്. വേഷപ്പകർച്ചയിലെ മറ്റൊരു വേഷം എടുത്ത് അണിയാൻ പോവുകയാണ്. പലതിനും ഒരുങ്ങി പുറപ്പെട്ട ആളുകളാണ് ഞാനും നിങ്ങളൊക്കെ. പലതിനും വേണ്ടിയിട്ട് അവസാനത്തെ ഒരുങ്ങലുണ്ട്. അത് നമ്മളല്ല, നമ്മെ ഒരുക്കുകയാണ്, എന്നിട്ട് നമ്മളെ പുറത്തേക്ക് എടുക്കുന്നു. പലതിനും വേണ്ടി ഈ ഭൂമിയുടെ മുകളിൽ പരക്കം പാഞ്ഞ ആളുകളാണ്. 6 അടി മണ്ണിലെത്തിയാൽ പിന്നെ തിരക്കുകൾ അവസാനിച്ചു. പിന്നെ ഒരു പരക്കം പാച്ചിലില്ല. അന്ന് തുടങ്ങും പുതിയൊരു ജീവിതത്തിന് എന്നുള്ളതാണ്. ആ തുടക്കം ഭൗതികമായ ഭവനത്തിലെ 3ാമത്തെ വീട്ടിലേക്കുള്ള മാറ്റി താമസമാണ്. ഹൗസ് വാമിംഗ് കഴിഞ്ഞില്ലേ? ഇല്ല. നാട മുറിച്ചിട്ട്, നട തുറന്നിട്ട്, ഖുർആൻ എടുത്തു വെച്ചിട്ട് ഒക്കെ പല രൂപത്തിലുമാണ് ഹൗസ് വാമിംഗ് എന്ന കുറ്റുപൂശ, വീടിരിക്കൽ, ഗൃഹപ്രവേശനം ഒക്കെ നടത്താറുള്ളത്. പക്ഷേ അതൊന്നും ഇല്ലാതെ
ആരുടെ മണ്ണിലേക്ക് ഇറക്കി വെക്കുന്ന ആ പ്രവേശന കവാടത്തെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നതാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹ് വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ അള്ളാഹ് ചോദിക്കുന്ന ചോദ്യമാണ്. പരിശുദ്ധ ഖുർആനിലെ 76-ാം അധ്യായം സൂറത്തുൽ ഇൻസാൻ, മനുഷ്യന്റെ പേരിട്ട ഒരേ ഒരു ഖുർആന്റെ സൂറത്താണുള്ളത്. അതിൽ 1-ാമത്തെ ആയത്തിൽ അള്ളാഹ് ചോദിക്കുക, ഹൽ അതാഅലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. വല്ലാത്തൊരു അത്ഭുതപ്പെടുത്തുന്ന ചോദ്യം. ഒരു തീപ്പെട്ടി 1 രൂപക്ക് വാങ്ങിച്ചാൽ, ഒരു മുട്ടായി വാങ്ങിച്ചാൽ അതിലുണ്ടാവും അതിന്റെ മാനുഫാക്ചറിങ് ഫാക്ടറി, കമ്പനി, അതിന്റെ രാജ്യം, പേരൊക്കെ ഉണ്ടാവും. അത് പാക്ക് ചെയ്ത ഡേറ്റ് ഉണ്ടാവും. അതിന്റെ ഏറ്റവും വലിയ അവസാനത്തെ ഡേറ്റായ എക്സ്പയറി ഡേറ്റും അതിനെ കുറിച്ച് വെച്ചിട്ടുണ്ടാവും. 1 രൂപയുടെ മുട്ടായി ഇങ്ങനെ തുറന്ന് അതിലുള്ള വിഭവം നുണഞ്ഞ് ആ നിൽക്കുന്ന മുട്ടായിയോട് ചോദിക്കുക, നീ ഇത്ര ദിവസം എവിടെയായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ പറയാൻ പറ്റും. ഒരു മുട്ടുസൂചിക്ക് പറയാൻ പറ്റും. ഈ ഭൂലോകത്തുള്ള ഓരോന്നിനും പറയാൻ പറ്റും. എന്നാൽ മനുഷ്യന് കഴിയില്ല. ഞാൻ എവിടെയായിരുന്നു എന്റെ 55 വയസ്സ് മുതൽ ഈ ജീവിതം തുടങ്ങിയതിന്റെ 1-ാമത്തെ വയസ്സ് പൂർത്തിയാകുന്നത് വരെ? അതാണല്ലോ നമ്മുടെയൊക്കെ നാട്ടിലുള്ള പൊട്ടന്മാരുടെ അവസ്ഥ. എന്താ? ഓരോ കൊല്ലം കഴിയുമ്പോഴും മരിക്കുകയാണ്. അതിനാണ് സഹോദരന്മാരെ യഥാർത്ഥത്തിൽ കേക്കിന്റെ നടുവിൽ മെഴുകുതിരി കത്തിവെച്ച് ഊതിക്കെടുത്തുന്ന എന്താ അറിയോ? നിന്റെ 1 വർഷം അവസാനിച്ചു, നീ മരിക്കാൻ ഇനി 1 വർഷം കൂടി തീർന്നിരിക്കുന്നു ജീവിതത്തിൽ നിന്നും. അവനവന്റെ മരണം ആഘോഷിക്കുക, ജന്മദിനം, ബർത്ത്ഡേ എന്നൊക്കെ പറയും. ബീഡി മക്കള്, വേറെ കുട്ടികൾ അതിനെ കിട്ടാവുന്ന മുഴുവൻ വാങ്ങി അങ്ങിട്ട് തിരികെ മുറിച്ചിട്ട് കേക്കിന്റെ കഷ്ണങ്ങൾ, കേക്ക് മുറിക്കുന്നതുകൊണ്ടോ തിന്നുന്നതുകൊണ്ടോ ഒന്നും ഒരു വിരോധമല്ല. പക്ഷേ അതൊരു ജന്മദിനത്തിന്റെ പേരിലാകരുത്. ആകാമായിരുന്നെങ്കിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലിയ ലോകത്ത് ഏറ്റവും കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ കേക്ക് നമ്മൾ വാങ്ങി മുറിക്കുമായിരുന്നു. പക്ഷെ അതില്ലല്ലോ ഇസ്ലാമിൽ. എന്നിട്ടല്ലേ എത്രയോ പുറത്ത് കിടക്കുന്ന എന്റെ ഇങ്ങനെയൊക്കെ പേരക്കുട്ടികൾ പേര് അഹമ്മദും മുഹമ്മദും മറ്റോ കിട്ടുന്ന വെച്ചൊന്നും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല. ദുആ ചെയ്യണം. അതിന് പടച്ചോൻ 1 വർഷം നൽകിയതിന് നന്ദി കാണിക്കാൻ വേണ്ടത്, നന്ദി കേട് കാണിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നീ എവിടെയായിരുന്നു മകനെ? 3 മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് പേരക്കുട്ടിയോട്, കുടുംബത്തിൽപ്പെട്ട മകനോട് മകളോടൊക്കെ അത് ഊതിക്കെടുത്തിയിട്ട് 3 വർഷം മുൻപ് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ലെന്നാണ് പടച്ചോൻ പറഞ്ഞത്. ഹൽ അതാഅലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ. നീ ഒരു വസ്തുവായിരുന്നു എന്ന് പറയാൻ കഴിയാത്ത ഒരു ജീവിത കാലഘട്ടം മനുഷ്യ നിന്നിൽ നിന്ന് കടന്നു പോയിട്ടില്ലേ? ആ കടന്നു പോകാൻ കാരണമായി തീർന്ന റബ്ബിനെ എങ്ങനെയാണ് നീ നിഷേധിക്കുക? കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതാ. നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്നു. പിതാവിന്റെ സ്രവിക്കപ്പെട്ട ശുക്ലത്തിലെ 1000-1 മാത്രമാണ്. അത് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത എക്സും വൈയുമായി രൂപാന്തരപ്പെട്ട് സീക്താന്തമായി വളർന്നതിന് ശേഷം ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉണ്ടോ ഇല്ലേ എന്നറിയുന്നത് മാസം കഴിഞ്ഞിട്ടാണ്. പിറക്കുമെന്നറിയുന്നത് 9 മാസം കഴിഞ്ഞിട്ട് ദൃഢനിശ്ചയമാണ്. ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഇളക്കമുള്ള ഒരു കുഞ്ഞുണ്ട് എങ്കിൽ 9 മാസവും ചില്ലാന ദിവസങ്ങളും കഴിഞ്ഞാൽ പിറക്കും. പക്ഷെ അറിയാത്തതുകൊണ്ട് അടുത്ത സെക്കൻഡിൽ നീ എപ്പോഴാണ് അവസാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് റബ്ബ് പറയാ, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും. ആ അവസ്ഥയിൽ നിന്നാണ് നിങ്ങളെ സൃഷ്ടിച്ച് അവൻ ജീവൻ നൽകിയത്. സുമ്മ യുമീതുകും, പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, പിന്നെ വീണ്ടും അവൻ നിങ്ങളെ എഴുന്നേൽപ്പിക്കും, ജീവൻ നൽകും. സുമ്മ ഇലൈഹി തുർജഊൻ,
പിന്നെ അവനിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുന്നത്. പരിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 55-ാമത്തെ ആയത്ത് ഞാനും നിങ്ങളുമൊക്കെ ഒരു പക്ഷേ ആവർത്തിച്ച് പല സന്ദർഭങ്ങളിൽ പറഞ്ഞിട്ടുണ്ടാകും. എപ്പോഴെന്നറിയുമോ? ഉറ്റവരെ 6 അടി മണ്ണിലേക്ക് ഇറക്കി കിടത്തിയാൽ മൂടാനുള്ളത് മുഴുവനിട്ട് മൂടിക്കഴിഞ്ഞ് മണ്ണുകൾ ഓരോന്ന് വാരിക്കൂട്ടുമ്പോ മനുഷ്യന്റെ കരത്തിൽ നിന്ന് മണ്ണ് വീഴുമ്പോഴും ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കണ്ണീരിന്റെ തുള്ളികൾ ഭൂമിയിലേക്ക് ഒലിച്ചിറങ്ങുമ്പോഴും ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഈരടിയായി നമ്മിൽ നിന്ന് വരാറുണ്ട്. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. മനുഷ്യ, നിന്നെ ഈ മണ്ണിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്, ഈ മണ്ണിലേക്കാണ് നിന്നെ നാം മടക്കിക്കൊണ്ടുവരുന്നത്, ഈ മണ്ണിൽ നിന്നാണ് വീണ്ടും നിന്നെ നാം എഴുന്നേൽപ്പിക്കുന്നത് എന്ന ആ ഒരു വചനമുണ്ടല്ലോ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത്. സുമ്മ നുഖ്രിജുകും താറതൻ ഉഖ്റാ, മറ്റൊരു ജീവിതമുണ്ട്. അതുകൊണ്ട് അല്ലാഹു പറയാ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലക്കാലം പ്രബോധനം നിർവഹിച്ചിട്ട് ആ പ്രബോധനത്തിന്റെ പരിസമാപ്താനി കുറിച്ചുകൊണ്ട് പരിസമാപനമായിട്ടുള്ള സമാപന സന്ദേശം, സമാപന പ്രഭാഷണം, ഒരു സമ്മേളനത്തിന് പോയാൽ, ഒരു പരിപാടിക്ക് പോയാൽ അതിന്റെ ഏറ്റവും മുഖ്യമായ വിഷയം, ഏറ്റവും വേണ്ടപ്പെട്ടവൻ അവസാനമായി സംസാരിക്കുന്നതാ. അതിനാണ് സമാപന സമ്മേളനം എന്ന് പറയാം. ഉടാനെ സംസാരിക്കാം, അതിന് വേണ്ട ഏറ്റവും പെട്ട ഈ ദഅവത്തിന്റെ പ്രബോധനത്തിന്റെ ഇസ്ലാമിന്റെ 23 കൊല്ലക്കാലത്തെ പ്രബോധനത്തിന് ശേഷം അത് അവസാനിപ്പിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 281-ാമത്തെ ആയത്തിലൂടെ ആ 23 കൊല്ലക്കാലത്തെ ജീവിതത്തിന്റെ മുഴുവൻ മർമ്മവും ചൂഴ്ന്നു നിൽക്കുന്ന ഒരു താക്കീതാണ് നൽകുന്നത്. മനുഷ്യരെ വത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണേ, യൗമൻ, ഒരു ദിവസത്തെ, തുർജഊന ഫീഹി ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് മടക്കുന്ന ദിവസമാണത്. ഈ ദുനിയാവിലെ ജീവിതം അവസാനിപ്പിച്ചു എന്ന് നിങ്ങൾ ഒരാളും കരുതേണ്ടതില്ല. 2ാമത്തെ ജീവിതം തുടങ്ങുകയാണ്. അതുകൊണ്ട് ജീവിതത്തെ ഒന്ന് സൂക്ഷിക്കണേ, അതിനെ ഒന്ന് മുറുകെ പിടിക്കണേ. കളിയും തമാശയുമായി കഴിച്ചു കൂട്ടല്ലേ, അനാവശ്യമായി സമയം പോക്കല്ലേ, അശ്ലീലതകൾ കണ്ടുകൊണ്ടിരിക്കല്ലേ, അനാവശ്യമായി സംസാരിക്കല്ലേ, ഹക്കും ബാത്തിലും നോക്കാതെ സമ്പത്ത് വാരിക്കൂട്ടല്ലേ, ഇബാദത്തുകൾ നഷ്ടപ്പെടുത്തരുത്, അതിനൊരു കാലത്തും ശുഷ്കാതി കാണിക്കുന്നതിന് അമാന്തം വരുത്തരുതേ. അതിനല്ലാതെ മറ്റൊരു കാര്യത്തിനും വേണ്ടി ഈ ഭൂലോകത്ത് ഇരിക്കാൻ മനുഷ്യരായിട്ട് പടച്ചോൻ പടച്ചിട്ടില്ല. വെറുതെയല്ല സൃഷ്ടിച്ചത് എന്ന് അല്ലാഹ് ചോദിക്കുന്നുണ്ട്. അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. പരിശുദ്ധ ഖുർആൻ 23-ാമത്തെ സൂറത്തുൽ മുഅ്മിനൂനിന്റെ 115-ാമത്തെ ആയത്തിലൂടെ അല്ലാഹ് ചോദിക്കുകയാണ്, മനുഷ്യ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ, നിന്നെ വെറുതെ അങ്ങോട്ട് സൃഷ്ടിച്ചതാണ് എന്ന് നീ വിചാരിക്കുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തീർച്ചയായും നിങ്ങളെ എന്നിലേക്ക് മടക്കി കൊണ്ടുവരികയില്ല എന്നും നിങ്ങൾ വ്യാമോഹിക്കുന്നുണ്ടോ? ആ ഒരു വ്യാമോഹം വേണ്ട. നാളെ പാരത്രികമായ ലോകത്ത് അള്ളാന്റെ മുമ്പിൽ എഴുന്നേൽപ്പിക്കപ്പെടും. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രയാസകരമായ ഒരവസ്ഥയെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ സൂറത്തുൽ ബഖറയിലെ 2 സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് 48-ാമത്തെ ആയത്തും 123-ാമത്തെ ആയത്തും ഏകദേശം ഒരുപോലെയുള്ള വചനങ്ങൾ. അതിലൊന്നാണ് ഞാൻ കേൾപ്പിച്ചത്, വത്തഖൂ യൗമൻ ലാ തജ്സീ നഫ്സുൻ അൻ നഫ്സിൻ ശൈആ, ഒരാളും ഒരാൾക്കും ഒട്ടും ഉപകരിക്കാത്ത ദിവസം നിങ്ങൾ സൂക്ഷിക്കണേ. ഖുർആൻ അതിന്റെ വിശദീകരണങ്ങൾ ഒരുപാട് ഭാഗത്ത് പല സന്ദർഭങ്ങളിലായി പറഞ്ഞതാണ്. ആവർത്തിച്ച് വിരസതയുണ്ടാക്കാതെ ഞാനതൊക്കെ ഒഴിവാക്കുകയാണ്. ഒരാളിൽ നിന്നൊരു പ്രായശ്ചിത്തവും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലാഹ് എടുക്ക് പടച്ചോനെ എന്നിട്ട് എന്നെ രക്ഷപ്പെടുത്ത് എന്ന് പറയില്ലേ? ഇല്ല എന്ന് പറയും. യവദ്ദുൽ മുജ്രിമു ലൗ യഫ്തദി മിൻ ബനീഹി വസ്വാഹിബതിഹി വഫസീലതിഹി അല്ലതി തുവീഹി വമൻ ഫിൽ അർളി ജമീഅൻ സുമ്മ യുൻജീഹി
സൂറത്തുൽ മആരിജിൽ കാണാൻ പറ്റും. മക്കളെ തരാൻ പടച്ചോനെ, എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. ദുനിയാവിൽ എന്താ പറയുന്നത്? എന്റെ കിഡ്നി തരാം റബ്ബേ, എന്റെ കരൾ തരാം, എന്റെ ചോര തരാം, എന്റെ മക്കളിന്ന് രക്ഷപ്പെടുത്തി എന്ന് ഡോക്ടറുടെ മുമ്പിൽ കൈ നീട്ടിയിട്ട് കോടികൾ വെച്ച് കെഞ്ചിയപ്പോഴും ഡോക്ടർ പറഞ്ഞു, ഇല്ല, സമയം അവസാനിച്ചു, മുഴുവൻ തീർന്നിട്ടുണ്ട്, ഇനി കിഡ്നി മാറ്റിവെക്കാൻ പറ്റില്ല. രോഗത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും 4ഉം 5ഉം ഒക്കെ സ്റ്റേജ് കഴിഞ്ഞ ക്യാൻസർ ആണുള്ളത്, മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ചോദിച്ചില്ലേ, ഇനി എന്തോ? പരിഹാരങ്ങൾ പലതും ഉണ്ടാവും. പക്ഷേ നാളെ പരലോകത്ത് ചെന്നാൽ ഒരു പ്രായശ്ചിത്വം അല്ലാഹു സ്വീകരിക്കുകയില്ല. മാരേജിൽ അല്ലാഹു പറയാ, എന്റെ മക്കളെ തരാം, ഭാര്യയെ തരാം, കുടുംബത്തെ തരാം, ബന്ധുമിത്രാദികളെ തരാം, ഭൂമിയില്ല മുഴുവൻ 25 പൈസ പോലും എന്റെ കീശയിൽ വെക്കൂല, എന്റെ വാലറ്റ് ഊരി തരാം, എന്റെ കയ്യിലുള്ളത് തരാം, ഒക്കെ എടുക്ക് റബ്ബേ. എന്നിട്ട് ഈ അദാബിൽ നിന്ന് ഒരു ദിവസം ഒന്ന് രക്ഷപ്പെടുത്ത അല്ലാഹു പറയുന്നത് ഒന്നും വേണ്ട, ഇതൊക്കെ ചെലവാക്കായിരുന്നു, അതിന്റെ അവസരം ഉണ്ടായിരുന്നു, അന്നൊന്നും ചെലവാക്കില്ല. മുറുക്കെ പിടിച്ച് കെട്ടിപ്പിടിച്ച് അതന്നെയാണ് ജീവിതം ജീവിച്ചില്ലേ? ഇല്ല, ഇനി ഇവിടെ രക്ഷയില്ല. ഒരാളുടെ ശുപാർശയും റെക്കമെൻഡേഷനും കാല് പിടിച്ചിട്ടായിരുന്നാലും വേണ്ടില്ല, കാര്യം നടത്താമെന്ന് വിചാരിച്ച് പലതിനും വേണ്ടി പലരുടെയും കാൽക്കൽക്ക് വീണ ആൾക്കാരായിരിക്കും. പക്ഷേ നാളെ പരലോകത്ത് ചെന്നാൽ രക്ഷപ്പെടാൻ അവനവന്റെ അമലുകളല്ലാതെ മറ്റൊന്നും ഉണ്ടാകുകയില്ലെന്ന യാഥാർത്ഥ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതം ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി കൃത്യമായി വിനിയോഗിക്കുക. പാകപ്പിഴവുകൾ സംഭവിച്ചു പോയെങ്കിൽ പടച്ചോനോട് ആത്മാർത്ഥമായി ഖേദിച്ച് തൗബ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിച്ച് ജീവിതം വിശുദ്ധമാക്കാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഫഅഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ഇന്നൽ ഹംദലില്ലാഹ് حمدا كثيرا طيبا مباركا فيه وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله ثانيا بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. പറഞ്ഞു വന്നതിന്റെ ആകത്തുക ഉമ്മയുടെ ഗർഭാശയം മുതൽ ഈ മണ്ണിൽ ലയിച്ചു ചേരുന്നത് വരെയുള്ള ജീവിതം അല്ല ജീവിതം എന്നുള്ളതാണ്. അതിനപ്പുറത്തൊരു ജീവിതമുണ്ട്, ബർസഖിയായ ജീവിതം. അതിലും അപ്പുറത്തൊരു ജീവിതമുണ്ട്, പരലോകത്തൊരു വിചാരണയുടെ നിലം. അതിനപ്പുറത്താണ് യഥാർത്ഥമായ ശാശ്വതമായ ജീവിതം ഉള്ളത്. അവിടേക്കെത്താൻ ഈ ഘട്ടങ്ങളൊക്കെ തരണം ചെയ്യണം. ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചുള്ള ഹദീസാണ്. ആ ഹദീസിനെ സംബന്ധിച്ച് വിമർശനങ്ങൾ ഉണ്ടാവാം, ഗരീബായ ഹദീസാണ് എന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ സംഭവം മാത്രം എങ്ങനെയാണ്? ഇദാ വഖഫ അലൽ ഖബരി ബകാ ഹത്താ തുബല്ല ലഹിയതഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞാൽ സ്വഹാബിമാരിലെ അഗ്രഗണ്യനാണ്. അദ്ദേഹത്തിന്റെ സവിശേഷത എന്താ വെച്ചാൽ ശരീരത്തിലെ മുഴുവൻ രോമകൂപങ്ങളും വെളുത്തിട്ടുണ്ട്. ഉള്ള കൂട്ടത്തിലെ ഏറ്റവും നീണ്ട താടിരോമങ്ങൾ അദ്ദേഹത്തിനായിരുന്നു അത്രേ. ആ താടിരോമങ്ങൾ ഇങ്ങനെ ചാഞ്ഞിട്ട് പൊക്കൽക്കൊടി വരെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. അദ്ദേഹം എവിടെയെങ്കിലും ഒരു കബറ് കണ്ടാൽ, നമ്മൾ ഒരുപാട് കബറ് കാണുന്ന ആൾക്കാരാണ്, ഭാര്യയോട് തെറ്റിയാൽ, ഭർത്താവിനോട് തെറ്റിയാൽ, മക്കളോട് തെറ്റിയാൽ, ദേഷ്യം പിടിച്ചാൽ, ടെൻഷൻ അടിച്ചാൽ, പ്രഷർ കൂടിയാൽ, പ്രയാസപ്പെട്ടാൽ ഒന്നാ പോകുന്ന റോഡിന്റെ വക്കത്തുള്ള കബറിലെ മതിൽക്കെട്ടിന്റെ അപ്പുറത്ത്, ഉള്ളിൽക്കൊന്നും കയറണ്ട. സ്ത്രീകളൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാനും പറ്റൂല. പുറത്തുനിന്ന് ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ ഇന്നി ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ എന്നൊന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള ആ ഖബറുകളൊക്കെ ഒന്ന് ഇങ്ങനെ നോക്കി ബി പി ഒക്കെ നല്ല കുറയും, ടെൻഷനൊക്കെ മാറും. ഞാൻ പറഞ്ഞല്ലോ കേട്ടോ, ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് ആയ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുറുഹ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, അത് തുദക്കിറുക്കുബിൽ ആഖിറ, പരലോകം നിങ്ങളെ ഓർമ്മപ്പെടുത്തും, തുദക്കിറുക്കുബിൽ മൗത്ത്, മരണം നിങ്ങളെ ചിന്തിപ്പിക്കും. അത് കേട്ടതുകൊണ്ടാണ് സ്വഹാബത്ത് അതങ്ങനെ ചെയ്തത്. ഇന്നിപ്പോൾ അത് ബിസിനസ്സായി മാറി, വാണിജ്യത്തിന്റെ കേന്ദ്രങ്ങളായി മാറി. അവിടെ പരലോക ചിന്തയും മരണ ചിന്തയൊന്നുമില്ല, ജീവിത ചിന്തകൾ മാത്രമേ ഉള്ളൂ. നിലം കൊണ്ട് വളർന്നില്ല.
ഏതായിരുന്നാലും അങ്ങനെ ഒരു ഖബർ ഉസ്മാൻ ബിൻ അഫ്ഫാൻ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിൽക്കും. എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങും. കരഞ്ഞിട്ട് ആ കണ്ണീരുകൾ ഈ പറയപ്പെട്ട താടി രോമങ്ങളിൽ കൂടി ഇങ്ങനെ എറ്റിയിട്ട് താഴത്തേക്ക് വീഴും. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കും, തദ്കുറുൽ ജന്ന വന്നാറ ഫലാ തബ്കി, നിങ്ങൾ സ്വർഗവും നരകമൊക്കെ ആലോചിച്ചിട്ടാണോ ഈ കരയുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു സംഭവം പറയാം. അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് കേട്ടു, ഇന്നൽ ഖബറ അവ്വലു മനാസിലിൽ ആഖിറ. ഖബർ എന്ന് പറഞ്ഞാൽ എന്താ? വെറും 6 അടി മണ്ണൊന്നുമല്ല. പിന്നെ എന്താണ് അത്? അവ്വലു മനാസിലിൽ ആഖിറ, പരലോകത്തേക്കുള്ള ഒന്നാമത്തെ ഭവനം. നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ നമ്മൾ ഉണ്ടായിരുന്നത് പോലെ ഇനി കുറെ കാലം കിടക്കാനുള്ള ഒരു ഇടമാണത്. ഫഇൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസർ. ആ ഖബറിൽ നിന്നെങ്ങാനും ഒരാൾ രക്ഷപ്പെട്ടാൽ ശേഷമുള്ളതൊക്കെ എളുപ്പമായിരിക്കും. വഇല്ലം യൻജു, ഇനി ഒരാൾ രക്ഷപ്പെട്ടില്ലയോ, ഫമാ ബഅദഹു അശദ്ദു മിൻഹു, അയാൾക്ക് അങ്ങേയറ്റത്തെ പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് സഹോദരന്മാരെ ഉപ്പാനെ ഇറക്കി കടത്തിയിട്ട്, ഉമ്മാനെ ഇറക്കി കടത്തിയിട്ട്, വെല്ലിപ്പാനെ ഇറക്കി കടത്തിയിട്ട്, വേണ്ടപ്പെട്ടവരെ ഇറക്കി കടത്തിയതിനു ശേഷം നമ്മൾ പറയില്ല, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ. പടച്ചോനെ, ഒരാളുടെ മുമ്പിൽ ഒരു വാക്കിന് ക്ഷാമമില്ലാത്ത ഒരാളായിരുന്നു. ഇപ്പതാ ചോദ്യം ചോദിക്കാൻ പോവാ. സബ്ബിത്തുഹു ഇൻദ സുആൽ, ആ ചോദ്യങ്ങൾക്ക് മുൻപിൽ പതറാതെ നിൽക്കാനുള്ള തൗഫീഖ് കൊടുക്കണേ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, മറുപടി ഉണ്ടാവും കയ്യിൽ, പക്ഷെ അത് പറയാൻ കഴിയണ്ടേ. പടച്ചോനെ, പരിഭ്രമിക്കാതിരിക്കാൻ, പ്രയാസപ്പെടാതിരിക്കാൻ, എന്റെ ഉറ്റവരും ഉടയവരുമായ ആളുകൾക്ക് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൈയിട്ടിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റൂല, കൊയലിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ചോർത്താൻ പറ്റൂല. കാരണം ഇത് 6 അടി മണ്ണിനുള്ളിൽ, ഞങ്ങൾ പുറത്താണ്. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബൈഹി. വൈസ് വളവ് തീർക്കാൻ ഇരുമ്പും പട്ടികയും മരവും ഒക്കെ പിടിക്കുന്ന സമയത്ത് അതിന്റെ കോട്ടം തീർക്കാൻ വേണ്ടി വൈസ് ഇങ്ങനെ തിരിച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി വെക്കത്രേ. അതുപോലെ ഇരുവശത്തു നിന്നും മണ്ണ് വന്ന് ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വ്യക്തിയെ ഞെരിഞ്ഞമരും. വലതുഭാഗത്തുള്ള വരിയെല്ലുകൾ ഇടതുഭാഗത്തേക്കും, ഇടതുഭാഗത്തുള്ള വരിയെല്ലുകൾ വലതുഭാഗത്തേക്കും കൂടി യോജിക്കും. അല്ലാഹു, എന്റെ ഉപ്പാന്റെ അവസ്ഥ, അല്ലാഹു എന്റെ ഉമ്മാന്റെ അവസ്ഥ, എന്റെ മകന്റെ അവസ്ഥ, എന്റെ അയൽവാസിയുടെ അവസ്ഥ, എന്റെ കൂട്ടുകാരന്റെ അവസ്ഥ. ഒരു വാഹനത്തിനുള്ളിലാണ് നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുപോയി രക്ഷപ്പെടുത്താൻ നോക്കും. ഇനി ഇല്ല, നമുക്ക് കൈകടത്താൻ ഇടമില്ല. അതുകൊണ്ട് അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, അല്ലാഹുമ്മ ഗഫർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസാദ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ടു വന്നൊരു ദുആയൊന്നും അല്ലെങ്കിൽ പോലും ഉള്ളതിൽ വെച്ച് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, ആ സമയത്ത് നിർവഹിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സ്വീകരണമാണത്. നമ്മൾ പഠിക്കുക, നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക. അത് നമുക്ക് ഉപകാരപ്പെടും, നമ്മുടെ മക്കളിൽ നിന്ന് നമുക്കും ഉപകാരപ്പെടും, നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എന്നാൽ ആ ഒരു അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിലോ പ്രയാസമായിരിക്കും. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ബർസഖിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് റാഹത്താക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, മാ റഅയ്തു മൻറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഈ കണ്ടതിൽ വെച്ച് ഭൗതികമായ ലോകത്തിലെ ഏറ്റവും ഭീതിജനകമായ അവസ്ഥ ഖബറല്ലാതെ മറ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. ബോഡിയാണത്. കസ്റ്റംസിന്റെ ചെക്കിംഗ് ഉണ്ട് അവിടെ. ഒക്കെ കഴിഞ്ഞ് ബാഗേജും ലേഗേജും ഒക്കെ പറഞ്ഞയച്ച് ബോർഡിംഗ് പാസ് കയ്യിൽ കിട്ടി റാഹത്തായി സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ വിളിക്കണേ. നമ്മൾ പല ആൾക്കാരെ അങ്ങോട്ട് പറഞ്ഞയക്കുമ്പോൾ പറയാറുള്ളതാ, തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ പറയാറുള്ളതാ. പക്ഷെ ഇനി നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ഞാനും നിങ്ങളും അടങ്ങുന്ന ഒരാൾക്ക് പോലും ഖബറിൽ നിന്നും ബർസഖിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇതാ എന്റെ ബോർഡിംഗ് കഴിഞ്ഞിട്ടുണ്ട്, പാസ് കിട്ടിയിട്ടുണ്ട്, സുരക്ഷിതമാണെന്ന് പറയില്ല. ഞാനും നിങ്ങളും നമ്മോട് പറയുകയല്ലാതെ അതിന് മാത്രം കഴിയുമോ? ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ ചിന്തിക്കേണ്ടത് നമ്മുടെ ഭാവിയെ കുറിച്ചാണ്. പ്രവേശന കവാടം സുരക്ഷിതമായി കടക്കാൻ കഴിയുമോ ഇല്ലേ എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ബർസഖിയാകുന്ന പ്രവേശന കവാടം വളരെ കൃത്യമായി വ്യക്തമായി സന്തോഷത്തോടുകൂടി തരണം ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന പാകപ്പിഴവുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. അവരുടെ ബർസഖിയായ ജീവിതം അല്ലാഹു റാഹത്താക്കി കൊടുക്കട്ടെ.
രോഗികളായി വീടുകളിലും ആശുപത്രികളിൽ കഴിഞ്ഞുകൂടുന്നവർക്ക് ഷഫിയായ റബ്ബ് ആജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ. ആഫിയത്തും ദീർഘായുസ് നൽകി അള്ളാഹു അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ. അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ പരസഹായം കൂടാതെ നിർവഹിക്കുവാനുള്ള തൗഫീഖ്, സിഹത്ത്, താഖത്ത്, ആഫിയത്ത് എന്നിവ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉം ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. കാമിലായ ഈമാനോടുകൂടി കരിമ ചൊല്ലിക്കൊണ്ട് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഉപജീവനത്തിന്റെ റിസ്കിന്റെ മഈശത്തിന്റെ മേഖലകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖൈറും ബറക്കത്തും വർഷിച്ച് നമ്മെ നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലികളും സിദ്ദീഖുകളും ശുഹദാക്കളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുള്ളവരുടെ നല്ല മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അവർക്കും നമുക്കും എളുപ്പമാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. 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 ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.